फ्लाइट कैसी थी तेरी? Well, it flew. Funny. Good to see you. Sorry about that. ഹലോ ഗിരീഷ് ചേട്ടാ. എന്താ അച്ചു എന്ത് പറ്റി മോളെ? ചേച്ചി ഒന്ന് വിളിക്കാമോ? എന്ത് പറ്റി? ചേട്ടന്ന് വിളിക്ക്, എന്നിട്ട് കുറച്ചു നേരമൊക്കെ സംസാരിച്ചിരിക്കേ. അല്ലെങ്കിൽ ഞാനിപ്പോ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ആണോ? എന്നാ പെട്ടെന്ന് വിളിക്ക. ആ ഓക്കെ ഓക്കെ, ശരി ശരി, വിളിക്കേ. Pretty good actually. नया apartment लिया है, 3 bedrooms, big space. Nice. यार यकीन नहीं है ना कि हम ഹലോ, ഹലോ, എന്ത് ചെയ്യാ? ടി വി കാണുമായിരുന്നു. सुनो प्लान क्या അവിടെ എന്താ പരിപാടി? ആണോ? Show your ass done. 2, 3. ഇത് വേണ്ട, കുഴപ്പമില്ല. ആ ഇത് കൊള്ളാം, സൂപ്പർ. പിന്നെ ചേച്ചി പിന്നെന്താ? പോവാ. ആ ലീലാമ്മച്ചി ടാറ്റാ. ടാറ്റ. എന്താ കഴിച്ചേ? ഞാനിതെവിടെ ചെടി നനയ്ക്കുക. ആണോ? അക്ഷര, ഇതെന്ത് പറ്റി? ആകെ ഒരു മാറ്റം. ഹെയർ സ്റ്റൈൽ മാറ്റിയോ? മോൾക്ക് ആ പഴയ സ്റ്റൈൽ തന്നെയായിരുന്നു കൂടുതൽ ഭംഗി. അല്ലെങ്കിൽ അക്ഷരയ്ക്ക് ഇപ്പോൾ ഒരുക്കത്തിലൊന്നും ഒരു ശ്രദ്ധയും ഇല്ല. ചേച്ചിയല്ലേ ഇപ്പൊ മോൾ ഒരുക്കുന്നേ? അയ്യോ, വിഷമായോ? സാരല്ല, ഇതും ഭംഗിയുണ്ട്. നിനക്ക് എന്നോട് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എടി, നീ സത്യം പറയണം, കള്ളം പറയല്ലേ. നീ കാര്യം പറ. എടാ, എന്നെ കാണാൻ എന്തെങ്കിലും ഭംഗിക്കുറവുണ്ടോ? ഇപ്പൊ മിക്ക ദിവസവും എലീന മിസ് ഓരോരോ കമന്റുകൾ പറയുക, ഒരുക്കം ശരിയായില്ല, മുടി ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, എന്നെ കാണാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എലീന മിസ് എന്തെങ്കിലും പറയട്ടെ, നീ നിന്റെ കാര്യം നോക്ക്. എന്നാലും പറയടാ. മിസ് പറയണതിൽ കാര്യമില്ലാതില്ല. ശരിയാ, ഞാനും എപ്പോഴും ശ്രദ്ധിക്കണേ. നിന്നെ കാണാൻ പണ്ടത്തെ അത്ര രസമില്ല. ശരിയാ ശരിയാ, നിന്നിപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഭംഗിയൊക്കെ ഉണ്ട് അക്ഷര, പക്ഷെ എവിടെയോ ഒരു മിസ്സിങ്. അക്ഷരയും കൂട്ടുകാരും എന്താ അവിടെ നിൽക്കുന്നേ? ഇനി ബാ ബാ ബാ. എടാ മോനെ, ഒരു ദിവസം ഞാൻ ഇവിടെ ആരാണ്ടോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പം മോള് പിന്നെന്താ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സാധാരണ പ്രേമിക്കുന്നവർ തമ്മിലാണല്ലോ ഇമാതിരി വാക്കുകളൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് സംഗതി പ്രേമോ 150% ഉറപ്പുണ്ട്. ഓ അമ്മേ, അത് ഞങ്ങൾക്കും മനസ്സിലായി. അതിന് വലിയ റിസർച്ചിൻ്റെയും ബുദ്ധിയുടെയും ആവശ്യമൊന്നുമില്ല. മിനിമം കോമൺ സെൻസ് മതി. ആണോ?
മനസ്സിലാക്കി പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ആ ടെൻഷൻ അല്ലമ്മേ. പിന്നെ? അവൾ ഒരാളെ പ്രേമിക്കുന്നതിന് ഞങ്ങൾ ഇതിനാ ടെൻഷൻ അടിക്കുന്നത്? സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ അവളെന്താ നമ്മളോട് പറയാത്തത്? അവൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നതല്ലേ. നമ്മളങ്ങനല്ലേ അവളെ വളർത്തിയത്. എനിക്ക് അത് ഓർത്തിട്ടൊരു വിഷമം. ഞാൻ ഇവളെ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഞാനത് അമ്മയോടല്ലേ പറഞ്ഞേ. അന്നേ ഞാൻ പറഞ്ഞതാ ഈ അപകടമൊന്നും വേണ്ടാന്ന്. അമ്മേ നമ്മളിപ്പോ സംസാരിക്കുന്ന ആദിമോടെ കാര്യ. ഒരപകടം വന്നതൊന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. അമ്മേ തമാശല്ലോ കേട്ടോ, ഞങ്ങൾ സീരിയസാ. എൻ്റെ മോനെ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമോടെ കാര്യം പറഞ്ഞ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തുവാ? അവൾ എൻ്റെ മോളാ. സമയമാകുമ്പോൾ അവളെല്ലാം പറയും. നിനക്ക് വേറെ ഒരു പണിയില്ലയോ? പോയി വല്ല പണി നോക്കടാ. ചേടാ ഒരു കട്ടൻ ചായ എടുത്ത്. മധുരം കുറച്ചു മതിയേ. എല്ലാരും കണ്ടുപിടിച്ചോണ്ട് ഇങ്ങനെയാണ് ചീട്ട് കശക്കുന്നത്. അമ്മ നോക്കല്ലേ? എങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയെന്നൊക്കെ വരും. സിന്ധു നീ ഇതേ കള്ളകളി കളിക്കല്ലോ കേട്ടോ. നീ എപ്പോഴാ കള്ളകളി കളിക്കാത്തത്? ഇന്ന് ഞാൻ യൂനോ അടിച്ചില്ലെന്ന് നോക്കും. അമ്മയുടെ കളിയാണേ. ഒരു ബീക്ക് വെച്ച് നോക്കുന്നു. നോക്കലടി, ഇത് അവളുടെ സ്ഥിരം പരിപാടിയാ. ഒരു മിനിറ്റ്. അതെ, ഞാനൊരു കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കുക. എന്താ പറഞ്ഞ? കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കാന്ന്. അതൊരു നല്ല തീരുമാനമാ. സത്യായിട്ടും ഇതാണ് ആള്. നോക്കട്ടെ. എടി ഞാൻ നോക്കട്ടെ. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് വെച്ച് കണ്ട എന്റെ ഫാനല്ലേ? ഇങ്ങോട്ടുണ്ടോ നോക്കട്ടെ. ആരുടെ ഫാൻ? എന്റെ. ഇത് നിന്റെ ഫാനല്ല, അവളുടെ ഫാന്. അന്നത്തെ അവന്റെ നമ്പറൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഗതി ഇവിടെ അവസാനിക്കുന്നു. അല്ല, ഇവിടെ ആരും ഉടനെ ഒന്നും കല്യാണം വേണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ തീരുമാനം മാറ്റി. അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളേ. എന്തായാലും ഇവള് സെലക്ട് ചെയ്യുമ്പോ എന്നെ പോലെ ഒരു മിടുക്കനെ സെലക്ട് ചെയ്യുള്ളൂ എനിക്കറിയാം. അച്ഛമ്മയുടെ ആ ഒരു തറവാടിത്തോ കൊള്ളാം. കുഞ്ഞിനെ കൊണ്ട് കാണിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? നിന്റെ അഭിപ്രായം പറ മക്കളെ. അതെ, ഞാനിപ്പൊ എന്ത് അഭിപ്രായം പറയാനാ ലീലമ്മച്ചി? ആദ്യച്ചിട്ട് ഇഷ്ടം, ആദ്യച്ചിട്ട് സ്വാതന്ത്ര്യം. ഞാൻ കൊച്ചല്ലേ, കൊച്ചുങ്ങൾക്ക് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം? നിങ്ങൾ കളിക്ക്. എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ പയ്യൻ അപ്രൂവ്ഡാണ് കേട്ടോ. അമ്മ പയ്യൻ അപ്രൂവ്ഡാണ്. അച്ഛൻ പയ്യനൊന്ന് കാണണമെന്ന് പറഞ്ഞു പറയാം. അത് വേണം. So the first prize goes to class 5C. Yes. Congrats both of you. ആദ്യമായിട്ട് ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മൾ 3rd place എത്തിയ. അക്ഷരയ്ക്ക് എന്താ പറ്റിയത്? അക്ഷര തെറ്റിച്ചത് മുഴുവൻ കറണ്ട് അഫയേഴ്സാ. പിന്നെ ആര്യന് പിന്നെ പണ്ടേ ഒന്നും അറിയില്ലല്ലോ. ന്യൂസ് പേപ്പർ വായന ഇപ്പൊ കുറഞ്ഞ അക്ഷരെ. ഇപ്പൊ ടി വി ന്യൂസ് ഒന്നും കാണാറില്ലേ? ഭയങ്കര കഷ്ടായി പോയി. ഒരു സമൂസ കഴിക്കാം.